രാവിലത്തെ ഉള്ളത്തെ പണികളൊക്കെ തീർത്ത് മുറ്റത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം ഒന്ന് മുറ്റടിക്കുന്നതിന് മുമ്പ് പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചു. നല്ല പോലെ പുല്ല് വളർന്നിട്ടുണ്ട്. മുൻവശത്തെ പുല്ലുണ്ടല്ലോ, ഞാൻ 2 ദിവസം മുമ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല നീറ്റായില്ലേ. ഇന്നിപ്പോൾ രാവിലെ മഴ പെയ്തുകൊണ്ട് ഇവിടുത്തെ പുല്ല് പറിക്കാൻ സുഖമാണ് കേട്ടോ. ഞാൻ മുൻവശത്ത് പറിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പറിച്ചാലും കിട്ടുന്നുണ്ടായില്ല. കാരണം കുറച്ച് ദിവസം മുമ്പൊക്കെ നല്ല വെയിലാണല്ലോ. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ എനിക്ക് തലവേദനയും വന്നു കേട്ടോ. പിന്നെ കുമ്പിട്ടും ഇരുന്നും പറിച്ച് നടുവേദന ഇളകി. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം എന്നാണ് കേട്ടോ പറിക്കണേ. ചീരത്തണ്ടും അതുപോലെ തന്നെ പപ്പായൻ്റെ തൈയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് കളഞ്ഞു. അതൊന്നും ഇപ്പോൾ കുഴിച്ചിടാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല. പിന്നെ നടുവേദന മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പറിച്ചിട്ടില്ലെങ്കിൽ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. മാത്രമല്ല പിന്നെ മടിയാവും, പിന്നെ നല്ല കാടായി വളരും. അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ ഇരുന്നും കടന്നല്ല കേട്ടോ, കാലൊക്കെ നീട്ടിയിരുന്ന് പറിക്കാണ്. പുല്ലിൻ്റെ ഇടയ്ക്കിടെ ഉറുമ്പിനെയും തേരട്ടിനെയും പുഴുവിനൊക്കെ കാണുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഒരു തുവക്കൊടിച്ചിൻ്റെ തൈ ഉണ്ട് അവിടെ കിടക്കണം. അപ്പോൾ ഇല കൊണ്ട് പറിച്ചിടുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് നല്ല ചൊറിച്ചിലാവും കയ്യിന്. ഇതിവിടെ തന്നെ ഉണ്ടായ കുക്കുംബറിൻ്റെ വള്ളിയാണ് കേട്ടോ. ഞാൻ കുറേ മതിലുമ പടത്താൻ വടിയൊക്കെ വെച്ച് കൊടുത്ത് നോക്കി. പക്ഷെ ഇത് മണ്ണ് കൂടെ തന്നെ വളർന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന്. ഇത് മുൻവശത്തെ തെങ്ങില്ലാത്ത തെങ്ങിൻ തടാണ്. തെങ്ങ് നമ്മൾ മുറിച്ചളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിലും കുറേ പുല്ലും മരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇത് എനിക്ക് പറിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. മാത്രമല്ല നല്ലോണം അന്ന് ക്ഷീണിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിർത്തിപ്പോയതാണ്. പിന്നെ വീടും പരിസരവും വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം സമാധാനമാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് ഞാൻ പൂർത്തിയാക്കി. കിച്ചൺ സൈഡിലെ പുല്ല് കംപ്ലീറ്റും പറിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ബാക്ക് സൈഡിലുണ്ട് കുറച്ച് പുല്ല്, അത് നാളെ പറിക്കണം. അപ്പോഴേക്കും മഴ ചാറി തുടങ്ങിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചോരി തുടക്കാമെന്ന് വിചാരിച്ചു. മുന്നത്തെ പണി തീർത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറാലോ. എത്ര കഷ്ടപ്പെട്ട് പുല്ല് പറിച്ചാലും ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്നാലും ഇങ്ങനെ നീറ്റായി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ മുറ്റം കൂടി അടിച്ചു വരിയിട്ട് പിന്നെ ഞാൻ അകത്ത് കയറി കേട്ടോ. 10 മണിക്ക് ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ മുറ്റത്ത് ഇറങ്ങിയത്. ഇപ്പോൾ 12:30 മണിയായി.